സാറേ ഞങ്ങളെ മിക്കവാറും അവന്മാർ മയ്യത്തെടുക്കും. സാറേ സാറപ്പോ പോലീസിനൊന്നും വിളിച്ചില്ലേ? അതൊരു ഐഡിയല്ലോ. പിള്ളേര് പുറത്ത് വയറ് കെട്ടി ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ യൂണിവേഴ്സിറ്റി പഠിച്ച പിള്ളേരല്ലേ, മിടുക്കന്മാരാണ്. മൊബൈൽ എടുത്ത് വിളിക്കുക. ആഹാ, അപ്പൊ സാറിന്റെയും പിടിച്ചു വെച്ചാ? ഞങ്ങൾ ഓർത്ത് ഞങ്ങളുടെ മാത്രം മേടിച്ചു വെച്ചുള്ളൂ. ഇനിയിപ്പോ വെള്ളം ഭക്ഷണമൊന്നും ഇല്ലാതെ ഇവിടെ കിടന്ന് ചാവാ. എന്ത് എന്തെങ്കിലും വേണ്ടി വരുമോ സാറേ? സാറേ എന്താ വേണ്ടേ? അല്ല, ഞാൻ ദിക്കറ് ചൊല്ല. എപ്പോഴാ മയ്യത്താവണമെന്ന് അറിയില്ലല്ലോ. ദിക്കറ് ചൊല്ലുക. പോകുന്നോർത്ത് എന്തോ പ്രാർത്ഥന ചൊല്ലിയാണെന്ന്. എനിക്കിപ്പോ ഒരു പേടി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം കൂടി ആശുപത്രി തേടി പിടിച്ച് ഇങ്ങോട്ട് വരുമെന്ന്. ഇങ്ങോട്ട് വന്നവരെ നമ്മളെ മയ്യത്തെടുക്കും മന്മത. വെറുതെ പാടില്ലാതെ കിടക്കണ ആളെ പേടിപ്പിക്കല്ലേ സാറേ? ഇതുപോലെ പേടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഓഫീസിലോട്ട് വന്നത്. എന്താ സാറേ, എനിക്കിത്തിരി തരുവോ? എന്താ വേണം? മനസ്സമാധാനോ? നമസ്കാരം. എന്താണ് മൊയ്തു സാറേ, ബോധമൊക്കെ വന്നോ? അപ്പോഴാണ് ശരിക്കുള്ളൊരു ബോധം കൊണ്ട് തിരിച്ചു കിട്ടിയത് സാറേ. സ്വന്തം യൂണിവേഴ്സിറ്റിയിൽ ബോധപൂർവ്വം വന്ന് പെരുമാറിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ ബോധക്ഷയം ഉണ്ടാവില്ലായിരുന്നു. അതിപ്പോ പോയ ബുദ്ധി തിരിച്ചു പിടിക്കാൻ പറ്റൂല്ലോ സാറേ. മൊയ്തു സാറ് ഒരു ഹൃദയശൂന്യനാണെന്ന് പൊതുവെ പറയില്ല. പക്ഷെ പരിശോധിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ സാറിന് ഹൃദയം ഉണ്ടെന്ന്. സത്യത്തിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയം. നല്ലൊരു ചെറുപ്പക്കാരെ. ചെറുപ്പക്കാരിപ്പോ ഭൂലോകത്ത് മഷിട്ട് നോക്കി കാണൂല. എന്താ ഡോക്ടർ പേര്? എന്റെ പേര് ശീതളൻ. നല്ല തണുപ്പുള്ളൊരു പേരും. ശീതളൻ. എന്റെ പേര് ശീതളൻ. ശീതളൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ടാവും സാറേ. ഇവനാണവൻ സാറേ. നമ്മളിവൻ തിയേറ്റർ ആർട്ട് പഠിച്ചിട്ട് MBBS സർട്ടിഫിക്കറ്റ് മാറിക്കൊടുത്തില്ലേ? ആ ശീതളനാണിവൻ സാറേ. ഇവന്റെ ഹാൾ ടിക്കറ്റും ഫോട്ടോയും ഞാൻ കണ്ടിട്ടുള്ള ഇവനാള്. ICUല് സാറിനെ മൊത്തത്തിൽ പരിശോധിച്ച് ഞാനാ. കിട്ടാവുന്നോടത്തോളം ഇഞ്ചക്ഷനൊക്കെ സാറിന്റെ ദേഹത്ത് ഞാൻ കുത്തിക്കയറ്റിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി കേട്ടോ. ഈ മെഡിസിൻ എല്ലാം ഒരു മനുഷ്യ ശരീരത്തിൽ കുത്തിക്കയറ്റിയാലും ആള് മരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ മയ്യത്താവുമോ? അത് പറയാൻ പറ്റില്ല, മെഡിസിൻ അല്ലേ, അതിന്റെ സ്വഭാവം പോലെ ഇരിക്കും. സാറ് വ്യാജനാണിവൻ. ഞങ്ങൾ അന്ന് സർട്ടിഫിക്കറ്റ് തന്നിട്ടല്ലേ ഉള്ളൂ താനിവിടെ ജോലിക്ക് കയറിയത്. അതെ മന്മത, എന്നെ വേറെ ആശുപത്രി കൊണ്ടുപോകും. എന്നെ സാറേ, വേറെ ആശുപത്രി പോയാലും നമ്മൾ മാറിക്കൊടുത്ത സർട്ടിഫിക്കറ്റുമായിട്ട് ഇതുപോലുള്ള ഡോക്ടർമാരായിരിക്കില്ല അവിടെയും. 1-2 സർട്ടിഫിക്കറ്റ് അല്ലല്ലോ നമ്മൾ മാറിക്കൊടുത്തത്. ഇനിയിപ്പോ നമുക്ക് വെറുതെ തർക്കിച്ച് സമയം കളയണ്ട, ഇഞ്ചക്ഷൻ കൊടുക്കും. ഇഞ്ചക്ഷൻ വേണ്ട. ഇവള് BCom പഠിച്ചിട്ട് BSc നഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ഇവിടെ വന്നോളല്ലാന്ന് നമുക്ക് എന്താ ഉറപ്പ്? അല്ല സാർ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ 5-6 കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാ. അല്ലേ ഡോക്ടർ? പിന്നെ ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ. പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞ ശീതളൻ തന്നെയാട്ടോ. പക്ഷെ ഇനി സാർ അതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. മിണ്ടിയ സാറിന് തന്നെ കുഴപ്പം. സാറേ, ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നമുക്ക് ആരോഗ്യ വകുപ്പിലും പോലീസിലും പരാതി കൊടുക്കാം. സാർ വിളിക്കും. നമ്മൾ പോലീസ് പിടിപ്പിക്കണം. എനിക്ക് തന്ന സർട്ടിഫിക്കറ്റ് സോഫ്റ്റ്വെയറിന്റെ കംപ്ലൈന്റ് മുഖാന്തരം ഉണ്ടെന്ന് നമ്മൾ കോടതിയിൽ തെളിയിക്കും. അതിനു മുമ്പ് സാറിന് വട്ടാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കും. അതിന് വകുപ്പുണ്ട്. 3-4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു നടനാവാൻ നിന്ന എന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്കാരെല്ലാവരും കൂടി ചേർന്ന് ഡോക്ടറാക്കി. ഇനി എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഒരു ഡോക്ടർ ഉദ്യോഗം അഭിനയിച്ച് തീർത്തേ എനിക്ക് പറ്റുള്ളൂ. പ്ലീസ് സഹകരിക്കണം. ഒന്ന് തിരിഞ്ഞു കിടക്കൂ. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞതല്ലേ മറ്റേ ഇഞ്ചക്ഷൻ തരൂ. ഇത് മതി.